കഴിഞ്ഞ 10 മാസക്കാലമായിട്ട് എൻ്റെ കടയിൽ ഞാൻ ചെയ്യുന്ന ഓരോ രസകരമായിട്ടുള്ള പ്രവർത്തികളാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്കൂൾ പിള്ളേർ കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കും. ചിലർ പറയും ചേട്ടാ 12 രൂപയില്ല 10 രൂപയുള്ളൂ പൊറോട്ട വരുമോ നോക്ക്. നമ്മൾ പിന്നെ അതൊന്നും നോക്കാറില്ല. എല്ലാം എന്താണെന്ന് വെച്ചാൽ വയർ നിറയ്ക്കേണ്ട ഒരാളെയും പുറത്ത് വിടില്ല. അങ്ങനെ വരുന്ന പിള്ളേരുടെ ഇടയ്ക്ക് ബാഗ് പിടിച്ച് വാങ്ങിച്ച് ഇതേപോലെ ഇടയ്ക്ക് തുറന്നു നോക്കും. ഈ കിണ്ണം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരുപാട് കഴിഞ്ഞ കാലങ്ങളാണ് ഓർമ്മ വന്നത്. ഇതാണ് റുക്കി താത്ത. കടയുടെ മുന്നിൽ കൂടെ എപ്പോൾ പോകുമ്പോഴും ഡാപ്പ് ഡാ കുട്ട് പറഞ്ഞ് കടയിൽ കയറും. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. കുശലം പറച്ചിലാണ് മെയിൻ. ഇടയ്ക്കൊക്കെ റുക്കി കലിപ്പിലും ആവും. ഫോണെടുത്ത് കടയുടെ മുമ്പിലേക്ക് ഇറങ്ങിയ ഇതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ വാർത്തയുണ്ട്. അങ്ങനെ കിട്ടിയാണ് ഇതൊന്ന് ഡ്രാക്കുള്ള പല്ലി. അയ്യോ, കസ്റ്റമർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതിപ്പോൾ ചിക്കൻ ആയാലും ബീഫായാലും പൊറോട്ടയുടെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിലും കൊത്തു പൊറോട്ട ആണെങ്കിലും എന്താണെങ്കിലും തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങൾ തന്നെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങിക്കാണ്ടിരിക്കില്ലല്ലോ. ഇടയ്ക്ക് കൺട്രോൾ പോകുമ്പോൾ ഞങ്ങളെടുത്ത് കഴിക്കും. സ്വന്തമായിട്ട് കഴിച്ച് സ്വയം തൃപ്തി അടയുന്നതാണ് എൻ്റെ മെയിൻ ഹോബി. പിന്നെ കൂടുതൽ ഓർഡർ എടുക്കുന്നത് ഈ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ഇതാണ്. ചെടികൾക്ക് ഡെയിലി വെള്ളം ഒഴിക്കാറുണ്ട്. തൊട്ടപ്പുറത്തെ കടയ്ക്ക് എപ്പോഴും ഇതുപോലെയാണ് ഫുഡ് കൊണ്ടു കൊടുക്കാറുള്ളത്. വഴിയെ പോകുമ്പോൾ എല്ലാവരും കാണട്ടെ, അവരും കണ്ട് കടയിലോട്ട് കയറട്ടെ പറഞ്ഞാണ് ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. ഫുഡ് കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് എന്തിനാടാ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതെന്ന് പലതും പറയും. വഴിയെ കൂടെ ഒരു സെലിബ്രിറ്റി പോയി കഴിഞ്ഞാൽ അവരെ വെറുതെ വിടില്ല. ഇതേപോലെ പിടിച്ചെടുത്ത് വീഡിയോ എടുക്കും. പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ ഇതേപോലെ തിരക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് കരിമ്പ് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വയം തൃപ്തി കടയിൽ അത് എല്ലാ ദിവസവും ഉള്ളതാണ്. ഡെയിലി ഊണ്ട് സമയം കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ബസ്സുകാരുണ്ടാവും. പിന്നെ കസ്റ്റമർക്ക് എന്തും കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിന് ഗ്രേവി ഇതുവരെ പുഴുങ്ങി മുട്ടയിട്ട് കൊടുക്കും. പിന്നെ ഇതേപോലെ ഓംലേറ്റ് സെൻറ്ററിൽ ഒരു പുളിസ അതിങ്ങനെ കുത്തിപ്പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഏതെങ്കിലും ഒരു പരിചയമുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് വന്നു കഴിഞ്ഞാൽ അവൻ ഇതേപോലെ ഫ്രണ്ടിലിരുത്തി അവർക്ക് ഇതേപോലെ ഫുഡൊക്കെ കൊടുത്ത് എങ്ങനെ ഉണ്ടാ ഫുഡ് എന്ന് ചോദിച്ച് അവൻ്റെ വായിൽ നല്ലത് കേൾക്കാതെ എനിക്കൊരു തൃപ്തി വരില്ല. കടയുടെ പേര് തന്നെ തൃപ്തിയാണല്ലോ. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഇടിയിറച്ചി. പിന്നെ സോഡ കുടി, അത് പിന്നെ ഡെയിലിയാണ്. ഒന്ന് ഞാൻ എടുത്താൽ ഒന്ന് അവനെടുക്കും. ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങൾ ഉപ്പിലിട്ടതൊക്കെ ഞാൻ ഇടയ്ക്ക് ചോറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട കസ്റ്റമർക്ക്. ഇതും അങ്ങനെ കൊടുക്കുന്ന ഒന്നാണ്. അതിപ്പോൾ ചായ ആണെങ്കിലും അതാണെങ്കിലും മോശമില്ല, അതും നല്ല രീതിക്ക് തന്നെ കൊടുക്കും. ഇടയ്ക്കൊക്കെ വെളിയിൽ ഇതേപോലെ പോയി മീൻ കടയിൽ പോയി അവരുടെ മീൻ, പിന്നെ ഇറച്ചിക്കടയിൽ പോയി ഇറച്ചി, കോഴിക്കടയിൽ പോയി കോഴി, അങ്ങനെ പലതും.